വിവിധ മതവിഭാഗത്തിലുള്ളവർ ഇവിടെ എത്താറുണ്ട്. പാചകത്തിനായി മൺപാത്രങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നതെന്ന പ്രത്യേകതയുമുണ്ട്. ദിവസവും 40 മുതൽ 50 കിൻഡൽ അരി വരെ ആവശ്യമുണ്ട്. പച്ചക്കറികൾ വേറെയും. ഇവിടെ ഇത്രയുമൊക്കെ ഭക്ഷണം തയ്യാറാക്കുന്നുണ്ടെങ്കിലും ഭക്തർക്കത് തികയാതെ വരികയോ അധികമായി പോയി പാഴാക്കി കളയേണ്ടി വരികയോ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. പുരി ജഗന്നാഥ ക്ഷേത്രത്തിലെ പാചക രീതിക്കുമുണ്ട് ചില പ്രത്യേകതകൾ. മൺകലങ്ങളിൽ വിറകടുപ്പിലാണ് ഇവിടുത്തെ പ്രസാദം പാകം ചെയ്യുന്നത്. ഇതിനായി 7 കലങ്ങൾ ഒന്നിനു മുകളിൽ ഒന്നായി സജ്ജീകരിച്ച് പാചകം ആരംഭിക്കും. എന്നാൽ വിചിത്രമായ ഒരു സംഭവം ഇവിടെയും നടക്കുന്നു. ആദ്യം പാകമാകുന്നത് ഏറ്റവും മുകളിലിരിക്കുന്ന കലത്തിലെ ഭക്ഷണമായിരിക്കും. താഴെയുള്ള കലങ്ങളിലെ ഭക്ഷണം ഒന്നിനു പുറകെ ഒന്നായി അങ്ങനെ പാകമായി വരും. യാഥാർത്ഥ്യമാണോ കെട്ടുകഥയാണോ എന്ന് നമുക്ക് തിരിച്ചറിയാനാവാത്ത വിധമുള്ള മറ്റൊരു കഥയാണ് പക്ഷികളും വിമാനവും ഈ ഒരു ക്ഷേത്രത്തിന് മുകളിലൂടെ പറക്കുക ഇല്ല എന്നുള്ളത്. പുരി ജഗന്നാഥ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലം നോ ഫ്ലൈയിങ് സോണിൽ ഉൾപ്പെടുന്ന ഒരു സ്ഥലമല്ല. എങ്കിലും ഇതിനു മുകളിലൂടെ വിമാനങ്ങൾ പറക്കാറില്ല. അത് നമുക്ക് പോട്ടെ എന്ന് വെക്കാം. പക്ഷേ പക്ഷികൾ പോലും ക്ഷേത്രത്തിന് മുകളിലൂടെ പറക്കില്ല എന്ന് പറയുമ്പോൾ അത് വളരെ വിചിത്രമായിട്ടുള്ള കാര്യമാണ്. നമുക്കത് വിശ്വസിക്കാനും പ്രയാസമാണ്.